കാശുകുട്ടിൻ്റെ ബർത്ത്ഡേയുടെ അന്നേ സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തലേ ദിവസം രാത്രി തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വണ്ടി കയറ്റിയിട്ടോ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ നമ്മൾ മേക്ക് ഓവർ ചെയ്ത് എടുത്ത് കുട്ടപ്പനാക്കിയിട്ടാണ് വണ്ടി കയറ്റണേ. അപ്പോൾ 3-4 ദിവസം എടുത്തിട്ടാണ് ഞാനത്തുള്ള ഓരോ സാധനങ്ങളും സെറ്റ് ചെയ്ത് ആക്കി എടുത്തേട്ടോ. അപ്പോൾ ഓരോ ദിവസത്തെ പ്രോസസ്സായിട്ട് വീഡിയോ ഇടാന്നുണ്ടെങ്കിൽ ഒത്തിരി വീഡിയോസ് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ എല്ലാം ഇതിനകത്ത് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇടാം കേട്ടോ. അപ്പോൾ കാശുകൊണ്ട് ഗിഫ്റ്റ് വാങ്ങിച്ചതൊക്കെ ഇതുപോലെ പൊതിഞ്ഞൊക്കെ വെച്ച് പിന്നെ ഇതുപോലുള്ള പുറകിൽ വെക്കേണ്ട ആർച്ചുകളും ഫോട്ടോ എടുക്കാനുള്ള ഫോട്ടോ പ്രോപ്സും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഈ ഒരു സ്ഥലം കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണ് ഈ മുഴുവൻ നിരത്തി വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഏറ്റവും മുകളിലത്തെ നിലയിലാണ് നമ്മളിത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ തന്നെ പൊക്കി കയറ്റി കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും രാവിലെ മുതൽ രാത്രി വരെ നമ്മുടെ കൂട്ടത്തിലുണ്ടായിട്ടോ നമുക്കിതൊക്കെ സെറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല വെയിറ്റുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടായിട്ടോ. അതൊക്കെ ഏട്ടനും ഷെബീരും കൂടി കുറച്ച് നിലകൾ കയറി ഞങ്ങൾക്ക് മുകളിൽ പിന്നെ കയറി വരുന്ന സ്ഥലത്ത് കുറച്ച് ഡെക്കറേഷൻ പണി ഞങ്ങൾ ചെയ്തിട്ടുണ്ടായി. നമ്മൾ അടുത്ത ദിവസം ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ചെയ്യട്ടെ എന്താ ചെയ്തെന്നുള്ളത്. പിന്നെ ഒരു ഡെമ്മി കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ടോ. നമ്മളെന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമ്മളെ കൊണ്ട് സാധിക്കില്ല, നിന്നെ കൊണ്ട് ഇത് കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവില്ലേ, അവരോട് നമ്മളൊന്നും പറയില്ല, നമ്മൾ ചെയ്ത് തന്നെ കാണിച്ചു കൊടുക്കണം കേട്ടോ. ഞാനിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ സന്തോഷം എത്രയാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാച്ചുകുട്ടിന് വളരെ ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കില്ല കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങളെ കൊണ്ട് തനിയെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നൊന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്ത് കാണിച്ചു കൊടുക്കണം കേട്ടോ. അല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും മാറി നിൽക്കല്ലേ. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ഒന്നും മറക്കണ്ട. നിങ്ങൾ റിയാദിലുള്ളവരാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്യണേ. അപ്പോൾ അത്രയുള്ളൂ ചാച്ചാ.